അപ്പോൾ അതുപോലെ ഒരു ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പാറ്റേൺ കട്ട് ചെയ്തെടുക്കണം. ഒരു പേപ്പറോ ചാർട്ടോ എടുത്തിട്ട് ഈ ഒരളവിൽ ആദ്യം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സൈഡിൽ ഇതുപോലെ ഒരു 11 സെൻറ്റിമീറ്റർ റൗണ്ട് ഷേപ്പുള്ള എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ കറക്റ്റ് ഒരു കേർവ് വരച്ചെടുക്കുക. എന്നിട്ട് കറക്റ്റ് മുകളിൽ വന്നിട്ട് ഇതുപോലെ 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇതിൻ്റെ അടുത്തും ഒരു 3 സെൻറ്റിമീറ്റർ കൂടി മാർക്ക് ചെയ്യുക. ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് ഇതുപോലെ ഒരു 14 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഒരു 10 സെൻറ്റിമീറ്റർ ഇതുപോലെ മാർക്ക് ചെയ്യുക. അവിടുന്ന് ഇതുപോലെ ഒരു 14 സെൻറ്റിമീറ്റർ തന്നെ മാർക്ക് ചെയ്യുക. എന്നിട്ട് എല്ലാം ഒന്ന് ജോയിൻ ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു ചെറിയ കർവ് ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആദ്യം അടയാളപ്പെടുത്തി ആ 11 സെൻറ്റിമീറ്ററിന് ആ 3 സെൻറ്റിമീറ്റർക്ക് ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് ബാഗിൻ്റെ മെയിൻ ബോഡി പാർട്ട്. ജീൻസ് ഒന്ന് അൺസ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഈ മെയിൻ മെറ്റീരിയലിൻ്റെ ഒപ്പം ഇതുപോലെ ഒരു മെറ്റീരിയലും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഒരു പഫി പോലെ തോന്നാൻ വേണ്ടി ഇതുപോലെ ഒരു സ്പോഞ്ച് പോലെയുള്ള മെറ്റീരിയലൊക്കെ ഇതിന് യൂസ് ചെയ്യും. ഈ മെയിൻ പാർട്ടിൻ്റെ അളവിൽ വെട്ടിയെടുത്തിട്ട് ഇതുപോലെ ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ റോങ് സൈഡിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. അതായത് ഒരേ ഡിസ്റ്റൻസിൽ ഇതുപോലെ ക്രോസിൽ കുറേ ലൈൻ ഇട്ടു. എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് ആ ലൈനിൽ കൂടെ തന്നെ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒരു 35 സെൻറ്റിമീറ്റർ നീളത്തിലൊരു സിബ്ബ് മുറിച്ചെടുക്കുക. എന്നിട്ട് ആ സിബിൻ്റെ 2 എഡ്ജിലും വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 4 പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് 2 പീസ് ഇതുപോലെ സിബിൻ്റെ എഡ്ജിൽ റോങ് സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അന്നത്തെ കറക്റ്റ് സൈഡിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡിലും അതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മിഡിൽ മാർക്ക് ചെയ്യുക. ബാഗിൻ്റെ മെയിൻ പോർഷൻ്റെ മിഡിലും കൂടി മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ റോങ് സൈഡിൽ സിബ് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ മെയിൻ പോർഷൻ്റെ അതേ അളവിൽ 2 ലൈനിങ് കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ലൈനിങ്ങിൻ്റെ മിഡിൽ പോർഷന് മാർക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ വെച്ചിട്ട് ഈ ഒരു കാണുന്ന രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ സ്റ്റിച്ചുമ്മ തട്ടാതെ ഇതുപോലെ ടക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് റൈറ്റ് സൈഡിലേക്ക് മറക്കുമ്പോൾ അത് ഇതുപോലെ കിട്ടും. എന്നിട്ട് ഈ ഒരു സിബിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ അടുത്ത സൈഡും ചെയ്തെടുക്കുക. ഇനി ബാഗിൻ്റെ സൈഡ് പാർട്ടിന് വേണ്ടി ഇതുപോലെ ഒരു പാറ്റേൺ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ 2 ഭാഗത്ത് ഒരു 12 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അത് രണ്ടും ഇതുപോലെ ജോയിൻ ചെയ്യുക. ഇതുപോലെ മേലെ ഭാഗത്ത് ഒരു 2.5 2 സൈഡിൽ നിന്നും അടയാളപ്പെടുത്തി 2 പോയിന്റിൽ നിന്നും ആദ്യം മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതുപോലെ വരച്ച് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് ക്ലോത്തിലും കൂടി ഒന്ന് കട്ട് ചെയ്ത് എന്നിട്ട് ക്ലോത്തും ഇതുപോലെ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ഒരു മെറ്റീരിയൽ വെക്കലൊക്കെ ഓപ്ഷണൽ ആണ്. അതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതുപോലെ തന്നെ ലൈനിങ്ങിലും കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ആ 2 പീസ് ഇതുപോലെ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ 2 ഭാഗം കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ആ മെയിൻ ബോഡി പാർട്ടിക്ക് ഇതുപോലെ വെച്ചിട്ട് മിഡിൽ പോർഷനിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. കറക്റ്റ് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഇതുപോലെ കിട്ടും. സ്റ്റിച്ച് ചെയ്ത ഭാഗം സ്റ്റിച്ചുമ്മ തട്ടാതെ ടക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത മെയിൻ പോർഷനും ഇതുപോലെ വെച്ചിട്ട് ലൈനിങ്ങിൽ തട്ടാതെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. മിഡിൽ പോർഷനൊക്കെ കറക്റ്റ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ലൈനിങ്ങിൻ്റെ ലോവർ പോർഷനും ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാം മനസ്സിലാവും. ഇത് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുമ്പോൾ അത് ഇതുപോലെ ഉണ്ടാവും. എന്നിട്ട് അടുത്ത ലൈനിങ്ങിൻ്റെ ഭാഗം ഇതുപോലെ എടുത്തിട്ട് റോങ് സൈഡിലായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്കി വരുന്ന പോർഷനൊക്കെ കട്ട് ചെയ്ത് ലൈനിങ്ങിൽ ലാസ്റ്റ് പോർഷൻ വെക്കുമ്പോൾ കുറച്ച് സ്ഥലം വിടണം. ആ ഒരു സ്പേസ് വിടുമ്പോഴാണ് ഇത് റൈറ്റ് സൈഡിലേക്ക് മറക്കാൻ പറ്റുക. ഇതുപോലെ ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ കൂടെ മൊത്തത്തിൽ ബാഗിനൊന്ന് മറിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. എന്നിട്ട് ആ സ്പേസ് വിട്ട ഭാഗം ഇതുപോലെ എടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഈ ബാഗിൻ്റെ സ്ട്രാപ്പാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതുപോലെ ഒരു 100 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും 20 സെൻറ്റിമീറ്റർ വിഡ്ത്തിലും ഇതുപോലൊരു പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഒരു ചെറിയ ഹോൾ, ഈ ബട്ടൺ ഹോളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു പാൻറ്റിന് തന്നെ ഇതൊക്കെ കിട്ടണമെങ്കിൽ ചെറിയ ചെറിയ പീസ് വെച്ച് ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ റോങ് സൈഡിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് മറിക്കുക. എന്നിട്ട് ആ സ്ട്രാപ്പിൻ്റെ കുറച്ചുകൂടി നീളം ചെറിയ സ്ട്രാപ്പ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് 2 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി. സ്ട്രാപ്പിൻ്റെ ഒപ്പം കുറച്ച് വീതി ഇല്ലാത്തൊരു സ്ട്രാപ്പ് കൂടെ വന്നിട്ട് ആ സ്ട്രാപ്പ് ഇതുപോലെ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് അതിൻ്റെ എഡ്ജിൽ ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ ചെറിയ സ്ട്രാപ്പും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ വലിയ 2 സ്ട്രാപ്പും ബാഗ് ഇതുപോലെ റോങ് സൈഡ് മറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൈറ്റ് സൈഡിലേക്ക് മറിക്കുക. അപ്പോൾ ഇതാണ് ബാഗിൻ്റെ ഫൈനൽ ലുക്ക്. ആ 2 ചെറിയ സ്ട്രാപ്പ് ഇതുപോലെ അഡ്ജസ്റ്റ് ആക്കി കൊടുത്താൽ പ്ലേറ്റ് ഇതുപോലെ വരും. ഫൈനൽ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.